ഇന്ന് നേഷൻ ഫസ്റ്റിൽ നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ വക്താവായ അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളിയാണ്. നമസ്കാരം സർ. നമസ്കാരം. കഴിഞ്ഞ ദിവസം ശൈലജ ടീച്ചറിന്റെ ഒരു വീഡിയോ വലിയ രീതിയിൽ ജനങ്ങൾ ഏറ്റെടുക്കുകയും അത് പിന്നെ ഒരു ട്രോളായി മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അതിൽ പ്രധാനമായും ഈ പറയുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുമായി ബന്ധപ്പെട്ടായിരുന്നു. അവരുടെയൊക്കെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ശൈലജ ടീച്ചർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഓണത്തിന് അലവൻസ് നൽകുന്ന ഏക സംസ്ഥാനം കേരളമാണ് എന്നുള്ളത്. അപ്പോൾ പൊതുജനങ്ങൾ ചോദിക്കുന്നത്, എന്തിന് ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന കേരളത്തിലെ മാത്രം ഉത്സവമാണ് അല്ലെങ്കിൽ ആഘോഷമാണ്, പിന്നെ എന്തിന് അന്യ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ അലവൻസ് നൽകണം എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞു വെക്കുന്നത്, ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നത്, കേന്ദ്ര സർക്കാരിനോട് മല്ലിട്ട് കഠിനമായി പ്രയത്നിച്ച് കേരളത്തിൽ അത് കൊണ്ടുവന്നത് നമ്മുടെ CPM ആണ്, അല്ലെങ്കിൽ LDF മുന്നണിയാണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സ്വയം ട്രോൾ ആകാൻ വേണ്ടി ഒരു വ്യക്തിയായി ശൈലജ ടീച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന CPMന്റെ PR ഇപ്പോൾ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നമുക്കൊരു കാര്യത്തെ പറ്റി പാണ്ഡിത്യമില്ലാത്തത്, അറിവില്ലാത്തത് ഒരു വലിയ തെറ്റൊന്നുമല്ല. പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ടുപോയി നടക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് പ്രിയപ്പെട്ട ശൈലജ ടീച്ചറിനോടും അവരുടെ ടീമിനോടും പറയാനുള്ളത്. അവർ കുറെ കാലങ്ങളായി, അതായത് അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോവിഡിന്റെ സമയത്ത് നടത്തിയ കുറെ നുണകളുടെ PR എക്സസൈസ് ഉണ്ട്. നുണകൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് അത് സത്യമാണ്, അയ്യോ കോവിഡ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പിടിച്ചു നിന്ന സംസ്ഥാനം കേരളമാണ് എന്ന് പറയുമ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത മരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷെ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കേരളം നമ്പർ 1 എന്ന് 10 തവണ പറഞ്ഞപ്പോ അത് ശരിയാണ് എന്ന് വിശ്വസിച്ച് ജനം ഒരു തവണ വോട്ട് ചെയ്തു. നോക്കൂ ഹർഷ, ഇപ്പോ ഈ പൂച്ച ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണു എന്ന് പറഞ്ഞ് പൂച്ച രണ്ടാമത്തെ തവണ പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും എന്നതാണ് അവസ്ഥ. അതുപോലെയാണ് കേരളത്തിലെ ജനത്തിൻ്റെത്. ഇപ്പോ ഇവർ ഒരു തവണ അറിയാതെ ഇവരുടെ കോവിഡിലും കിറ്റിലും ജനം വീണുപോയി എന്ന് പറഞ്ഞ് ഇനിയും ഇവർ പറയുന്ന നുണ ജനം വിശ്വസിക്കും. ആ വിവരക്കേട് അത് അലങ്കാരമായി കൊണ്ടുപോയി നടന്നാൽ ജനം കൈയടിച്ച് ആനയിക്കും എന്നത് ഇവർ തെറ്റായ ചിന്തയാണ്. രണ്ട് കാര്യങ്ങൾ, അവർ രണ്ട് കാര്യത്തിൽ ഉത്തരം പറയാം. ഒന്ന്, അവർ പറയുന്നത് ഓണത്തിനുള്ള അലവൻസ് കേരളത്തിൽ മാത്രമാണ് നൽകുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ദസറയ്ക്ക് അലവൻസ് കൊടുക്കുന്നുണ്ടോ? കേരളത്തിൽ കുംഭമേളയ്ക്ക് അലവൻസ് കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കേരളത്തിൽ ദീപാവലിക്ക് അലവൻസ് ഉണ്ടോ? ഇല്ല. പക്ഷെ മറ്റു പല സംസ്ഥാനങ്ങളിലും ദീപാവലിക്ക് അലവൻസ് കൊടുക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, ദസറയുമായി ബന്ധപ്പെട്ട് അലവൻസ് കൊടുക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അതായത് അതാത് സംസ്ഥാനങ്ങളിലെ ആഘോഷങ്ങൾ, അവിടുത്തെ സാംസ്കാരിക ആഘോഷങ്ങൾക്ക് അലവൻസുകൾ കൊടുക്കാറുണ്ട്. കോമൺ ആയി എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഇന്ത്യയിൽ കിട്ടുന്നത് ഈ ക്രിസ്മസ് പോലുള്ള ഒരു 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 നേഷൻ വൈഡ് ആഘോഷങ്ങൾ, അങ്ങനെയുള്ള ആഘോഷങ്ങൾക്കാണ് കൊടുക്കുക. അല്ലാത്തത് നോക്കൂ, ഇപ്പൊ ഓണം എന്ന് പറയുന്നത് മലയാളിയുടെ ഉത്സവമാണ്. അതിന് കേരളത്തിലല്ലാതെ പിന്നെ തമിഴ്നാട്ടിൽ അലവൻസ് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ നാളെ രാവിലെ യോഗി ആദിത്യനാഥ് വന്നിട്ട് ഓണമാണല്ലോ ഉത്തർപ്രദേശികളെ, ഞാൻ അതുകൊണ്ട് ഇത് അലവൻസ് തരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതിവിടെ പിണറായി വിജയൻ വന്നിട്ട് ദസറയാണല്ലോ ഞാൻ ഇതാ അലവൻസ് തരുന്നു, അല്ലെങ്കിൽ ദീപാവലി ആണല്ലോ ഞാൻ അലവൻസ് തരുന്നു എന്ന് പറയുന്ന പോലെ ഇരിക്കും. അപ്പോ ഓരോ സംസ്കാരങ്ങളുടെ ആഘോഷങ്ങൾക്ക് അതാത് സർക്കാരുകൾ അവധി കൊടുക്കാറുണ്ട്, അലവൻസുകൾ കൊടുക്കാറുണ്ട്. അത് കേരളത്തിൽ ഓണത്തിന്റെ അലവൻസ് നടപ്പിലാക്കിയത് പോലും LDF ഗവൺമെന്റുകളാണ് എന്ന് പറയുന്നത് വലിയ നുണയാണ്. അപ്പൊ ഇത്തരം അലവൻസുകൾ അതെല്ലാം കൊടുത്തത് അതാത് കാലത്തെ കോൺഗ്രസ് ഗവൺമെന്റുകളാണ്. രണ്ട്, ഇവർ പറഞ്ഞ മറ്റൊരു വാദം എന്താണ്? ഈ ഓണം അലവൻസ് അല്ലാതെ അവർ പറഞ്ഞത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ആ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കാൻ മുന്നിൽ നിന്നത് CPIM ആണ് എന്നാണ് കുറെ കാലങ്ങളായി ഇവർ പറയുന്ന ഒരു 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 വലിയ നുണയാണ്. ജനം അത് വിശ്വസിക്കുകയും ചെയ്യും. കാര്യം UPA ഒന്നാം ഗവൺമെന്റിൽ CPIM ഉണ്ടായിരുന്നു. അങ്ങനെ CPIM ഉള്ളപ്പോൾ അവർ വെളിയിൽ നിന്ന് പിന്തുണച്ചു. ആ വെളിയിൽ നിന്ന് പിന്തുണച്ച CPM വാശി പിടിച്ചിട്ടാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി അവർ തന്നെ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയതെന്നാണ് ഇവർ പറയുന്നത്. അത് പലപ്പോഴും പെട്ടെന്ന് കേൾക്കുമ്പോൾ ജനം വിശ്വസിക്കാനും സാധ്യതയുണ്ട്. അന്ന് ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ രക്ഷപ്പെട്ട് കാണാൻ സമ്മതിക്കത്തില്ല, നിങ്ങൾ തന്നെ ഭരിച്ചോളൂ എന്ന് പറഞ്ഞ കൂട്ടരാണ് CPIM. അപ്പോ ഞാനതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടേക്ക് പറയാം. ഞാനത് അങ്ങേക്ക് വാട്സപ്പിൽ അയച്ചു തരാം. ഒന്നാം UPA ഗവൺമെന്റ് വരും, അതായത് മൻമോഹൻ സിംഗിന്റെ ഒന്നാമത്തെ ഗവൺമെന്റ് വരുന്നതിന് തൊട്ടു മുമ്പ് കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയുണ്ട്. ഞങ്ങളുടെ പ്രകടന പത്രികയുടെ 52ാമത്തെ പേജിൽ 4ാമത്തെ പോയിന്റ് വായിച്ചു നോക്കണം. അത് എല്ലാവർക്കും പൊതു മിനിമം വേജ് ഉറപ്പാക്കും എന്നുള്ളതാണ്. അങ്ങനെ പൊതു മിനിമം വേജ് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ
മിനിമം എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്ന പേരിൽ ഒരു പദ്ധതി വിഭാവനം ചെയ്യുമെന്നും അത് മഹാത്മാഗാന്ധിയുടെ ആദർശപ്രകാരം റൂറൽ പ്ലേസുകളിൽ, ഗ്രാമീണ സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്കുള്ള തൊഴിൽ അല്ലെങ്കിൽ ജോലി ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള പദ്ധതി ആയിരിക്കുമെന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ. നോക്കൂ, അന്ന് CPM ഞങ്ങളെ പിന്തുണയ്ക്കുന്നില്ല. ഞങ്ങൾ ഒരു മുന്നണിയായിട്ടല്ല മത്സരിക്കുന്നത്. 2004 തൊട്ട് 2014 വരെയുള്ള ഗവൺമെന്റ് വരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യം പിന്നീട് ഞങ്ങളുടെ മുന്നണി വന്നവരാണ് വിഭാവനം ചെയ്തതെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? CPM തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് എടുത്ത ഒരു ഇനിഷ്യേറ്റീവ് പറയാൻ പറ്റുമോ? ഇവരുടെ മുൻ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന സീതാറാം യെച്ചൂരിയോ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള MA ബേബിയോ അടക്കമുള്ള നേതാക്കൾ ദേശീയ തലത്തിലാണല്ലോ ഇത് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ദേശീയ തലത്തിലുള്ള ഏതെങ്കിലും ഒരു നേതാവ് ഇവർക്ക് ശക്തിയുള്ള സമയത്തെങ്കിലും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് ഓൺ റെക്കോർഡ് ഇവർക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുമോ? 92 സീറ്റ് ഉണ്ടായിരുന്നല്ലോ CPIM 2004. ആ സമയത്ത് CPIM അവരുടെ പ്രകടന പത്രികയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു കാര്യം? ഞാനിപ്പോ പറഞ്ഞില്ലേ, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഇത്രാമത്തെ പേജിൽ ഇത്രാമത്തെ ഖണ്ഡികയിൽ ഇതാ തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റി ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് ഞങ്ങളുടെ ഗവൺമെന്റ് വന്നപ്പോൾ ഞങ്ങൾ നടപ്പിലാക്കി. അങ്ങനെ പറയുന്നത് പോലെ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഇവിടെ ഇത് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ദേശീയ നേതാവിൽ ഇന്നയാൾ ഇത് ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറയാനുണ്ടോ? ഇല്ല. അപ്പോ ഒരു നുണകളുടെ ടീച്ചറായി, എന്താ പറയുന്നത്, നുണകൾ മാത്രം പറയുന്ന, അത് മാത്രം പ്രചരിപ്പിക്കുന്ന, അത് പ്രചരിപ്പിച്ച് അതിൽ നിന്ന് ഊറ്റം കൊള്ളുന്ന, അതിന്റെ ഗുണമെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ടീച്ചറായി ആര് മാറി? ശൈലജ ടീച്ചർ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ആ നുണകളെല്ലാം പണ്ടത്തെ പോലെയല്ല. പണ്ടിപ്പോ ഇവര് ഒരു പ്രശ്നം എന്ന് വെച്ചിരിക്കുന്നു, ടീച്ചർക്ക് ഈ പണ്ട് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനവുമായി ഇപ്പോഴും നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പണ്ടൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു നുണ പറഞ്ഞാൽ അത് ഫാക്ട് ചെക്ക് ചെയ്യാൻ അവസരങ്ങളില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് കൃത്യമായ ഉത്തരങ്ങൾ, മറുപടികൾ വരാറില്ല, അതിന് തെളിവുകൾ അണിനിരത്താനൊക്കെ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇത് ജെൻസി കാലഘട്ടമാണ്. ടീച്ചർ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫാക്ട് ചെക്ക് നടന്നുകൊണ്ടിരിക്കും. ടീച്ചർ അത് പറയുമ്പോൾ തന്നെ ഓൺലൈനിൽ AI അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടാവും? ഫാക്ട് ചെക്കുകൾ നടക്കും. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നോ ഇല്ലയോ? അപ്പൊ കുട്ടികളുടെ വിരൽത്തുമ്പിൽ വിവരം അവൈലബിൾ ആയ ഒരു കാലഘട്ടത്തിൽ അവരോട് നുണ പറഞ്ഞ് ഫലിപ്പിക്കാം എന്ന കണക്കിന് സ്വയം കോമാളിയാകാൻ പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ ഇറങ്ങി പുറപ്പെടരുത് എന്നാണ് എന്റെ ആഗ്രഹം. എനിക്ക് തോന്നുന്നു ഇവരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് പിണറായി ടീമായിരിക്കും. ഇവരെ ഇങ്ങനെ മാക്സിമം ജോക്കറാക്കി മാറ്റി, കോമാളിയാക്കി മാറ്റി, ഇവർക്ക് ഈ CM കാൻഡിഡേറ്റ്ഷിപ്പിലേക്കുള്ള അവരുടെ ക്ലെയിം ഒഴിവാക്കാൻ വേണ്ടി അവരെ ഒരു ട്രോൾ മെറ്റീരിയൽ ആക്കി മാറ്റുന്നതിന് പിന്നിലും CPIM ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഇതിപ്പോ CPM സംബന്ധിച്ച് അന്യരുടെ കുഞ്ഞിന്റെ പിതൃത്വം സ്വീകരിക്കൽ ഇപ്പോൾ കുറച്ചധികമായി നമ്മൾ കാണുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതി ആയാലും ഇതുപോലെ പലതും, കൊച്ചി മെട്രോ ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും ഈ പറയുന്ന ഒരു തങ്ങളാണ് ഇതെല്ലാം കൊണ്ടുവന്നതെന്ന് പറയാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ രീതിയിൽ ചർച്ചയായ ഒന്നായിരുന്നു. ആലപ്പുഴ തീരദേശ റെയിൽപാതയുമായി ബന്ധപ്പെട്ട് അതിന്റെ വികസനം അല്ലെങ്കിൽ അതിന്റെ ഇരട്ടിപ്പിക്കൽ പോലും CPM ആണ് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരുന്നു. അപ്പോൾ കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതൊക്കെ കൊണ്ടുവന്നത് ആരാണ്, ഈ പദ്ധതികൾ കൊണ്ടുവരുന്നത് ആരാണ് എന്നുള്ളത്. പക്ഷെ എന്നാലും PR വർക്കുകളുടെ പേരിൽ തങ്ങൾ ചെയ്തതിനേക്കാൾ ഒരുപടി മുകളിലേക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ, അതായത് അവർക്ക് സ്വന്തമായി ഒന്നും കാണിക്കാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ പറയുന്ന PR വർക്കുകൾ പാളിപ്പോകുമ്പോൾ CPM സർക്കാർ എന്തു ചെയ്തിട്ടും ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിക്കൂടാൻ സാധിക്കുന്നില്ല എന്നുള്ള നിസ്സഹായാവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. നോക്കൂ, ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ കൊച്ചി മെട്രോ, കൊച്ചി വിമാനത്താവളം, കിൻഫ്ര, ഇൻഫോ പാർക്ക്, ഇൻഫോടെക്, ടെക്നോ പാർക്ക് തുടങ്ങി വിഴിഞ്ഞം അടക്കം വരെ ഉള്ള കേരളത്തിന്റെ മുഖമുദ്രയായ പദ്ധതികളിൽ ഒന്നിൽ പോലും CPIM കയ്യൊപ്പില്ല, ഒന്നിൽ പോലും അവർക്ക് പങ്കില്ല. പക്ഷേ എല്ലാ വികസനത്തിന്റെ ഒരറ്റത്ത് CPM ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷെ ആ അറ്റം, ആ പദ്ധതി മുടക്കാനുള്ള എട്ടുകാലി മമ്മൂഞ്ഞികളുടെ അറ്റമാണ്. ആ അറ്റം അവർ നടത്തുന്ന സമരങ്ങളുടെ അറ്റമാണ്. നോക്കൂ, ഗെയിൽ പൈപ്പ് ലൈൻ, ഗെയിൽ പൈപ്പ് ലൈൻ വരുന്ന സമയത്ത് ഗെയിൽ പൈപ്പ് ലൈൻ വലിയൊരു ബോംബാണ്, വാതക ബോംബാണ്. അത് ഞങ്ങളുടെ വീടിനടിയിൽ കൂടെ കൊണ്ടുവന്ന് ഞങ്ങളെ കൊല്ലരുത് എന്ന് പറഞ്ഞ് സമരം ചെയ്ത, ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് P. രാജീവ്. അതേ രാജീവ് മന്ത്രിയായപ്പോ ഗെയിൽ പൈപ്പ് ലൈൻ്റെ ഉദ്ഘാടനം നടത്തി. ആ ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ കൊച്ചി വിമാനത്താവളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ്. S. ശർമ്മ എന്ന് പറയുന്ന ഒരു DYFI നേതാവ്, അന്നത്തെ DYFI നേതാവാണ്, പിന്നീട് MLA. S. ശർമ്മ കൊച്ചി വിമാനത്താവളം കൊണ്ടുവരാൻ ലീഡർ തീരുമാനിക്കുന്നു. ലീഡറിന്റെ ഗവൺമെന്റ് അതുമായി മുമ്പോട്ട് പോകുന്നു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഈ നിർദ്ദിഷ്ട സ്ഥലത്ത്, വിമാനത്താവളം വരാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് കുറുകെ കടന്ന് സമരം ചെയ്തു. എന്റെ നെഞ്ചത്തല്ലാതെ വിമാനം ഇറക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തു. ഈ സമരം ചെയ്തു. അപ്പം ലീഡറിന്റെ പോലീസ് ശർമ്മ എടുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അവിടെ വിമാനത്താവളം കൊണ്ടുവന്നു. പക്ഷേ നോക്കൂ, അതിനുശേഷം LDF ഗവൺമെന്റ് വന്നപ്പോ ഈ ശർമ്മയുണ്ടല്ലോ, ഈ സമരം ചെയ്ത ശർമ്മ ഈ കൊച്ചി വിമാനത്താവളത്തിന്റെ ഡയറക്ടർ ബോർഡിൽ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി പോയിരുന്നു. ടിഎയും കൈപ്പറ്റി. എന്തൊരു തൊലിക്കട്ടിയാണ് ഈ കൂട്ടർക്കുള്ളത്.
ഇപ്പൊ ഞാൻ നാളെ ഹർഷ ഒരിടത്ത് ഒരു വികസന പദ്ധതി കൊണ്ടുവരുന്നു എന്നിരിക്കട്ടെ, ഞാൻ അതിനെതിരെ സമരം ചെയ്യുന്നു, ഞാൻ മരിച്ചിട്ടല്ലാതെ ഇത് അവിടെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുന്നു. ലാസ്റ്റ് ആ സമരങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഹർഷ അവിടെ ആ പദ്ധതി കൊണ്ടുവരുന്നു. ഞാൻ നാളെ വന്നിട്ട് അതിന്റെ ഡയറക്ടർ ബോഡി പ്രത്യേക പ്രതിനിധിയായിരുന്ന് പണം കൈപ്പറ്റിയാൽ എങ്ങനെ ഇരിക്കും? അതായത് വിളിക്കാത്ത കല്യാണത്തിന്, മുടക്കാൻ ശ്രമിച്ച കല്യാണത്തിന് പോയിരുന്ന് സദ്യ കഴിച്ച് അതിന്റെ നേതൃസ്ഥാനം വഹിക്കുന്നത് പോലെ ഇരിക്കും. ആ കണക്കിനുള്ള പരിപാടിയാണ്, എട്ടുകാരി മമ്മൂഞ്ഞുകളുടെ പരിപാടിയാണ് ഇവർ നടപ്പിലാക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും ടീച്ചറമ്മ എയറിലായി CPM-ന്റെ കള്ളത്തരങ്ങൾ ഓരോന്നായി പൊതുജനങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയും ഇത്തരത്തിലുള്ള പൊള്ളയായ ന്യായങ്ങളോ പൊള്ളയായ വാദങ്ങളോ പൊള്ളയായ വികസനങ്ങളോ കൊണ്ടുവന്നുകൊണ്ട് CPM വീണ്ടും അധികാരത്തിൽ വരാമെന്നുള്ള വ്യാമോഹമുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ഏതായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു സോ മച്ച്.